നാം ഇടപഴകുമ്പോഴും അല്ലാതെയും സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിന് പുതിയ തലമുറയിലെ സാമൂഹ്യ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ചന്തേരയിൽ നിർമ്മിച്ച ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. അവശരെയും ആർത്തരെയും കണ്ടെത്തി അവർക്ക് സാന്ത്വനത്തിന്റെയും പരിചരണത്തിന്റെയും പദ്ധതികൾ യുവാക്കൾ ചേർന്ന് തയ്യാറാക്കണമെന്നും KM ഷാജി ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വാദിച്ച മഹാനായ CH മുഹമ്മദ് കോയയുടെ സ്വപ്നം ഇന്ന് ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഒരു ചെറിയ പിന്തുണ മാത്രമേ വേണ്ടതുള്ളൂ. അതിന് യുവതലമുറ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ, തൊഴിൽ അന്വേഷിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പുതിയ കാലത്തെ തൊഴിൽ സംരംഭങ്ങളിൽ എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ചെറിയ ഇടപെടലുകൾ മാത്രം നമുക്ക് അതുകൊണ്ട് സാധ്യമാക്കുന്നതാണ്. ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ നാട്ടിലെ ആർക്കും സമീപിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ചെറിയ തരത്തിൽ പരിഹാരമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന തരത്തിൽ ഈ ഓഫീസിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്കത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഈ എല്ലാ ലീഗിൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും പറയുന്നത്, നമ്മളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെ കുടുംബത്തിലുമുള്ള പ്രത്യേകം സ്ത്രീകളായ പെൺകുട്ടികൾ, CH മുഹമ്മദ് കോയ സാഹിബ് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്നത് കാത്തിരുന്ന, അത് സ്വപ്നം കണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ മക്കൾ പഠിക്കുന്നത്. ചടങ്ങിൽ മുസ്ലിം ലീഗ് പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് MTP സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. OT അബ്ദുൽ റൌഫ് മൗലവി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, ട്രഷറർ ലത്തീഫ് നീലഗിരി, പഞ്ചായത്ത് സെക്രട്ടറി MK സഫർ അലി, ട്രഷറർ MK ഇസ്മായിൽ ഹാജി, TD കബീർ, MA മജീദ് ഹാജി, VK ഭാവ, MC കമറുദ്ദീൻ, VV അബ്ദുല്ല ഹാജി, MA റഹീം, TS നജീബ്, MTP റാഷിദ്, ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് T അറഫാത്ത്, സെക്രട്ടറി M അസറുദ്ദീൻ, MK ജംഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.